So guys, welcome to another beautiful video. അപ്പോൾ ഇന്ന് മല കയറി എത്തിയിട്ടുള്ളത് വെള്ളടാനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും വെള്ളടാൻ എന്തിനാ അപ്പോൾ മല കയറി പോകുന്നതെന്ന്. കുറച്ച് പേർക്കും അറിയാം വീട്ടിൽ കിണറൊക്കെ ഉണ്ടെങ്കിലും തൊട്ടടുത്ത് അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് തൊട്ടടുത്തൊക്കെ എന്തെങ്കിലും വെള്ളച്ചാട്ടോ അല്ലെങ്കിൽ വെള്ളം ഒഴുകുന്ന തോടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വീട്ടിലേക്ക് വെള്ളമിടാറുണ്ട്. അപ്പോൾ ഇതും കൊണ്ടുള്ള പ്രധാനപ്പെട്ടൊരു ഗുണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എന്താ പറയുക നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം കിട്ടും, നല്ല തണുത്ത വെള്ളമായിരിക്കും. എന്താ പറയുക എന്താ പറയുക നമ്മൾ ഈ പൈപ്പിലൊക്കെ വരുന്ന മാതിരി ഫിൽറ്റർ ചെയ്ത വെള്ളം എന്നല്ല വരിക, നല്ല അടിപൊളി ശുദ്ധമായിട്ടുള്ള വെള്ളം വരിക. അപ്പോൾ ഇവിടെ വീട്ടിലത്തെ പൈപ്പിലെ വെള്ളം പോയത് കൊണ്ട് വെള്ളം ശരിയാക്കാൻ വന്നതാണ്. ഇപ്പോൾ പിടിയിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഇങ്ങനെ പൈപ്പിൽ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ അറിയോ, ഇടയ്ക്കിടയ്ക്ക് വെള്ളം പോകും. അത് നന്നാക്കാൻ പിന്നെ ഇങ്ങനെ മല കയറി പോകണം. അപ്പോൾ അതിപ്പോൾ താഴേക്ക് ഏകദേശം 500 മീറ്റർ ഉണ്ട്. പാടം വരെ എന്താ പറയുക പൈപ്പ് വലിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ പൈപ്പത്തെ വെള്ളം ഇടയ്ക്ക് ചളി കുടുങ്ങിയിട്ടോ മണൽ കുടുങ്ങിയിട്ടോ ഇലയോ അങ്ങനെ എന്തെങ്കിലും കുടുങ്ങിയിട്ട് വെള്ളം പോകും. അപ്പോൾ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര കഷ്ടപ്പെട്ടിട്ട് മുകളിൽ കയറി പോകുന്നത്. മഴക്കാലം കഴിഞ്ഞ് അവിടെ കാണണം, കാരണം ഈ കല്ലൊക്കെ കണ്ടില്ലേ, മഴക്കാലം കഴിഞ്ഞ് ഇവിടെ ഫുള്ള് വെള്ളം ഒഴിയിട്ട് എന്താ പറയുക അടിപൊളി വേറെ തന്നെ ഒരു വ്യൂ ആട്ടോ ഉണ്ടാവുക. പിന്നെ മഴക്കാലത്ത് ഇങ്ങോട്ട് വരലും നടക്കില്ല, കാരണം വെള്ളമൊക്കെ ഒഴുകിയിട്ട് പൈപ്പ് തന്നെ ഉണ്ടാവൽ സംശയമാണ്. അതുകൊണ്ട് പുതിയ പൈപ്പൊക്കെ വാങ്ങിയിട്ടാണ് ഇടൽ. മഴക്കാലം കഴിഞ്ഞാൽ പിന്നെ പൈപ്പ് തന്നെ ഉണ്ടാവില്ല. പക്ഷെ അടിപൊളിയായിട്ടോ, നല്ല വേനൽക്കാലം പോലെ ആയിട്ട് നല്ല എന്താ പറയുക ചെറിയൊരു വെള്ളച്ചാട്ടവും ഒക്കെ ആയിട്ട് നല്ല തോട് പോലെയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. സ്ഥലം മാത്രമല്ല ഡേഞ്ചറും കൂടിയാണ് കേട്ടോ. കാരണം എന്താ പറഞ്ഞാൽ ഇതിൻ്റെ വെള്ളം ഒഴുകി താഴേക്ക് പോകുന്നത് ഒരു എന്താ പറയുക ഒരു കുഴി അല്ലെങ്കിൽ കൊക്ക പോലത്തെ ഒരു ഭാഗത്തേക്കാണ് ഇത് വെള്ളം ഒഴുകി പോകുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇപ്പോൾ ഞാൻ നടക്കുന്നതിൻ്റെ നേരെ മുമ്പിൽ ഒരു ഗ്യാപ്പ് പോലെ കാണുന്നില്ലേ, അത് വലിയൊരു കൊക്ക പോലത്തെ ഒരു സ്ഥലമാണ്. പിന്നെ ഈ പൈപ്പിന് ഇടവിട്ട് എന്താ പറയുക കണക്ഷൻസ് ഉണ്ട് കേട്ടോ. അതായത് ചില സ്ഥലത്ത് മുറിച്ചിട്ട് അവിടെ നമ്മൾ ചെറിയ വേറൊരു പൈപ്പിൻ്റെ ഭാഗം കണക്ട് ചെയ്യുകയാണ് ചെയ്യാറ്. ഇത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ ചളിയോ അല്ലെങ്കിൽ ഇലയോ അങ്ങനെ എന്തെങ്കിലും കുടുങ്ങി കഴിഞ്ഞാൽ അത് കളയാൻ വേണ്ടിയിട്ട്, അതായത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൈപ്പിന് കണക്ഷൻ ഇടുന്നത്. മഴക്കാലം കഴിഞ്ഞ് ഏകദേശം ഇപ്പോൾ തണുപ്പ് കാലം തുടങ്ങിയ സമയമല്ലേ. രാവിലെ തണുപ്പാണെങ്കിലും ഉച്ചയ്ക്കാകുമ്പോഴത്തേക്ക് നല്ല ചൂടാണ്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ നല്ല അടിപൊളി തണുപ്പാട്ടോ, നല്ല തണുത്ത വെള്ളവും. ഇതിൽ വലിയൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കണക്ഷൻ ഉള്ളത് കൊണ്ട് ഇതിങ്ങനെ പോയി നോക്കണം എല്ലാ കണക്ഷനിലേക്കും വെള്ളം എത്തുന്നുണ്ടോ എന്നുള്ളത്. ഇല്ലേ പിന്നെയും താഴെ എത്തുമ്പോൾ പിന്നെയും മുകളിൽ തന്നെ കയറി വരും. ഞാൻ വീട്ടിലും കൂടി എത്തിയത് പറഞ്ഞായി വെള്ളം കിട്ടി. അങ്ങനെ നമ്മുടെ പരിപാടി സക്സസ് ആയിട്ടോ. പൈപ്പിൽ വെള്ളമൊക്കെ വന്ന് ഇപ്പോൾ താഴേക്ക് വരുന്നുണ്ട് നോക്കണം. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ് ഇങ്ങനെ പോവാണ്. ഇവിടെ വെള്ളമൊക്കെ ഒഴുകി നല്ല ഒച്ചപ്പാട് സൗണ്ടൊക്കെയാണ്. അങ്ങനെ വെള്ളമൊക്കെ ഇട്ട് കഴിഞ്ഞ് പോയപ്പോഴാണ് കേട്ടോ 2-3 നെല്ലിക്ക കിട്ടി. ഇങ്ങനെ കാട്ടിലൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ സ്ഥലത്തേക്ക് വരുമ്പോഴുള്ള ഗുണമാണ്, നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള അങ്ങനത്തെ നെല്ലിക്ക കിട്ടും. അങ്ങനെ നമ്മൾ ഏകദേശം ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ വന്ന് ഏകദേശം താഴ്ത്തിയപ്പോഴാണ് വേറൊരു ആസാനെ കണ്ടത് കാലുമതി. നമ്മുടെ നാട്ടിൽ ഇതിന് അട്ടാന്നാട്ടോ പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, താങ്ക് യു.